പൂച്ചോലമാടി എന്ന സ്ഥലത്ത് കുഞ്ഞാല മുസ്ലിയാർക്ക് അറിയാം. അതിന്റെ അടുത്തുള്ള സ്ഥലത്ത് മൂപ്പര് പള്ളിക്കല ഖത്തീബും മദ്രസ സദറുമായിരുന്നു കുഞ്ഞാല മുസ്ലിയാർ ജോലി ചെയ്തത്. പൂച്ചോലമാട്ടിന് ജമാഅത്ത് ഇസ്ലാമിക്കാരാണ് പള്ളി നടത്തിയിരുന്നത്. ഖുതുബ പരിഭാഷയായിരുന്നു. സുന്നികളും ജമാഅത്തുകാരും മുജാഹിദും എല്ലാവരും ആ ജുമാഅക്ക് പോകും. അവിടെ ബഷീർ മുസ്ലിയാർ വന്നു വയലിന് വേണ്ടി. അയാളെ കൊണ്ടുവന്ന് വയൽ പറഞ്ഞ അയാളെ നാടിനടുത്താണ്. വയലിൽ അദ്ദേഹം പറഞ്ഞത് ഖുതുബ പരിഭാഷ പാടില്ല, തെറ്റാണെന്നുള്ള കാര്യങ്ങളാണ്. പാടില്ല. അങ്ങനെ ജനങ്ങളിടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കി. ജനങ്ങൾ കുഴപ്പത്തിലായി. വഴക്കും വക്കാണവുമായപ്പോൾ അവസാനം അവർ ചർച്ചയിൽ തീരുമാനിച്ചു കണ്ണിയത്തിന്റെ ഫത്വ സ്വീകരിക്കാം, മധ്യസ്ഥം സ്വീകരിക്കാമെന്ന്. അങ്ങനെ തീരുമാനിച്ചു. ഒരു ബുധനാഴ്ച കണ്ണിയത്തിന്റെ അടുത്തേക്ക് രാത്രി വരുന്നു. ആ ബുധനാഴ്ചയുടെ തലേ ദിവസം ചൊവ്വാഴ്ച രാത്രി പതി അബ്ദുൽ ഖാദർ അബൂബക്കർ മുസ്ലിയാർ കണ്ണിയത്തിന്റെ അരിയത്ത് വരുന്നു ഉമ്മത്തൂരിലേക്ക്. അന്ന് ഉമ്മത്തൂർ സഖാഫത്തുൽ ഇസ്ലാമി അറബി കോളേജിലെ പ്രിൻസിപ്പാളാണ് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ. അതിന് തൊട്ടടുത്തുള്ള പാറക്കടവ് താലീം സുഫിയാൻ സെക്കൻഡറി മദ്രസയിലെ സദർ മുദരിസാണ് ഞാൻ. രാത്രി കണ്ട് എന്റെ അടുക്കൽ കുട്ടികൾ വരുന്നു. നിങ്ങളോട് പള്ളി ചെല്ലാൻ പറഞ്ഞു, ഉമ്മത്തൂർ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ആര്? ബീരാൻകുട്ടി മുസ്ലിയാർ. ബീരാൻകുട്ടി മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അബ്ദുറഹ്മാൻ നഗർ പഞ്ചായത്തിലുള്ള ഒരു പണ്ഡിതനാണ്. ഒരു ദൈവമത് തഹസീലാണ്, പണ്ഡിതനാണ്. എന്താ സംഭവം എന്ന് ചോദിച്ചു. അലീക്ക് അബൂബക്കർ മുസ്ലിയാർ വന്നിട്ടുണ്ട് എന്തോ ചർച്ച ചെയ്യാൻ വേണ്ടി. അപ്പൊ ഞാൻ ചെന്നപ്പോ അദ്ദേഹം നിലത്തിരിക്കുകയാണ്. കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ കട്ടുമ്പോ കിടക്കുകയാണ്. ഞങ്ങൾ തൊട്ടടുത്ത റൂമിൽ ഇരിക്കുന്നത് അയ്യന്തൽ ഉണ്ടാക്കിയ ഒരു കുഞ്ഞബ്ദുള്ള മുസ്ലിയാറുണ്ട്, അവിടുത്തെ വൈസ് പ്രിൻസിപ്പാള്. ഒരു ബഷീറുദ്ദീൻ മൗലവി ഉണ്ട്. കക്കോവുകാരനുണ്ട്, സയ്യിദ് മരക്കാർ, അബ്ദുൽ മക്കാൻ സയ്യിദ് മരക്കാരുണ്ട്. ഈ ബീരാൻകുട്ടി മുസ്ലിയാരുണ്ട്, ഈ ഉള്ള ഞാനുമുണ്ട്. ഞങ്ങൾ 5 പേരുണ്ട്. ഞങ്ങൾ ജനാജാലത്തിലുള്ള കൂടെ നോക്കി കാണുന്നു. അബ്ദുൽ മുസ്ലിയാർ പറഞ്ഞു കൊടുക്കാൻ നാളെ ബഷീർ മുസ്ലിയാരും ചെറുക്കാരും ഇവിടെ വരും. അവിടെ ഖുതുബ പരിഭാഷയായിരുന്നു, ജമാഅത്തുകാരാണ് നടത്തിയിരുന്നത്. ബഷീർ മുസ്ലിയാർ വയലിൽ പറഞ്ഞ അവിടെ ഒരു കുഴപ്പത്തിലായിട്ടുണ്ട്. ഇവിടുത്തെ മധ്യസ്ഥമാണ് സ്വീകരിക്കുക. ഓര് വരുമ്പോ ഖുതുബ പരിഭാഷ ഹറാമാന്ന് പറയണം. കണ്ണിയത്ത് പറഞ്ഞു ഞാനത് പറയില്ല. ഷാഫി ഫിഖ്ഹിൽ ഖുതുബ പരിഭാഷ ഹറാമാന്ന് കിട്ടൂല. ഷാഫി മദ്ഹബിലും നല്ല ഫിഖ്ഹിലും നല്ല ഒരു ഫിഖ്ഹിലും കിട്ടൂല. അതുകൊണ്ട് ഞാനത് ഒരിക്കലും പറയില്ല. ഇതെത്ര പറഞ്ഞിട്ടും സമ്മതിക്കുന്നില്ല. പറഞ്ഞിട്ട് കണ്ണിയത്തും സമ്മതിക്കുന്നില്ല. അവസാനം ഒരു കവർ എടുത്ത് കൊടുത്തു, ഒരു ചുവന്ന കവർ. ഇതെന്താന്ന് ചോദിച്ചു. അത് പൈസയാണ്, കായാണ് എന്നാണ് പറഞ്ഞ വാക്ക് പറയാണ്. കായാണ്. എത്ര ഉണ്ട്? 50 ഉറുപ്പിക ഉണ്ട്. അത് വാങ്ങി തലേന്റെ വീട്ടിലവിടെ വെച്ചു. എന്നിട്ട് വന്ന ഇങ്ങോട്ട് പറയാ, അത് ഞാനോട് പറഞ്ഞു കൊടുക്കാം. അല്ലാണ്ട് ഖുതുബ പരിഭാഷ ഹറാമാന്ന് ഞാൻ പറയില്ല. എന്താ പറഞ്ഞു തരുന്നത്? അത് ഞാനോട് പറഞ്ഞു കൊടുക്കാം. ശരി, അങ്ങനെ പറഞ്ഞാൽ മതി എന്ന്. അപ്പൊ പറയാ, ഒരു നാട്ടിൽ ഖുതുബ അറബിയിൽ ഓതുക എന്നുള്ളതാണ് അസ്ല്. ആ അസ്ല് ചെയ്യണം എന്ന് പറയുന്ന ആൾക്കാരുള്ളപ്പോൾ അവിടെ പരിഭാഷപ്പെടുത്തുക എന്നുള്ളത് അസ്ലിന്റെ മേൽ ഗസ്ബാണ്. ഗസ്ബ് ഹറാമാണ്. അപ്പൊ ഗസ്ബ് എന്ന് പറഞ്ഞാൽ എന്താ? പിടിച്ചൊരിക്കൽ ഹറാമാണ്. അപ്പൊ എന്താ പറഞ്ഞത്? ഖുതുബ പരിഭാഷ ഹറാമാന്നാ? അല്ല, ഗസ്ബ് ഹറാമാന്നാ പറഞ്ഞത്. എന്താ ഗസ്ബ്? പിടിച്ചൊരിക്കല്. ഇങ്ങനെയൊക്കെ മുണ്ട് പിടിച്ചെടുക്കല്, മുതല് പിടിച്ചെടുക്കല് ഒക്കെ പിടിച്ചെടുക്കൽ ഹറാമാണ്. അപ്പൊ അസ്ലിന്റെ ഗസ്ബ് ഹറാമാണ്. ഇത് കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ ഒരു 4-5 പ്രാവശ്യം മടക്കി പറഞ്ഞ ഇത് ഞാൻ പറയാം. ഇതിന് ഖുതുബ പരിഭാഷ ഹറാമാന്നൊന്നും പറയില്ല. അത് ഞാൻ ഒരിക്കലും പറയില്ല. ഇത് ഞാൻ അങ്ങോട്ട് പറയാന്ന് പറഞ്ഞു. അങ്ങനെ രാത്രി ഒരു 2:30 മണി 3 മണി ആയിട്ടുണ്ടാവും. കണ്ണിയത്ത് പോയി. ഞാനും ഒരു സൈക്കിളുമേല് പാറക്കടവിലേക്ക് ഞാനും പോയി. പിറ്റേന്ന് നേരം വെളുത്തു. ഒരു 10:30 മണിക്ക് ഞാൻ റോട്ടുമേൽ നിൽക്കുമ്പോ ബഷീറും മുസ്ലിയാരും പാർട്ടിയും വരുന്നുണ്ട്. എനിക്ക് അറിയുന്ന ആൾക്കാരായിരുന്നില്ല. ചെറൂർ എന്റെ അടുത്ത നാടാണ്. നിങ്ങൾ ഖുതുബ പരിഭാഷ ഹറാമാക്കാൻ വരികയല്ലേ എന്ന് ചോദിച്ചു. എന്തേന്ന് ചോദിച്ചു. അല്ല, എന്നാലും അവിടെ വന്നിരുന്നു. ഇങ്ങനെയൊക്കെ കണ്ണിയത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാണ് സംഭവം. ഹറാമാന്ന് ഞങ്ങൾക്ക് കിട്ടുള്ളൂ, ഖുതുബ ഹറാമാന്ന് പറയുന്നു. അപ്പൊ ബഷീർ മുസ്ലിയാർ ചോദിച്ചാൽ എന്താ അങ്ങനെ? എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഖുതുബ ഇന്നലെ വന്നിരുന്ന കഥ പറഞ്ഞതാ ഞാൻ. മൂപ്പരെ പിന്നെ അതിന്റെ അവസ്ഥ പറയാനില്ലല്ലോ. മൂപ്പർ അങ്ങോട്ട് പോയി അതേ രൂപത്തിൽ തിരിച്ചിങ്ങോട്ടും പോന്നു. ഇപ്പൊ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ഇത് കഴിഞ്ഞു. ഇവരൊക്കെ അങ്ങ് പോയപ്പോ ഞാൻ നേരെ പോയി പാറക്കടവ് പള്ളിയിൽ ഖാദിയാർ അടുക്കല്. കണാരന്റെ അഹമ്മദ് മുസ്ലിയാർ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഫഖീഹാണ്, പണ്ഡിതനാണ്, പക്വമതിയാണ്, വിവരമുള്ള ആളാണ്. മൂപ്പരോട് എന്ത് വിവരങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ മൂപ്പര് പറഞ്ഞ വിവരം ഇപ്പൊ നിങ്ങളോട് ഞാൻ പറയുന്നില്ല. പടച്ചോനിലും പരലോകത്തിലും വിശ്വാസം ഒരു കൂട്ടർക്കുണ്ടെങ്കിൽ
സോദര ഇമ്മാതിരി വർത്താനം ഒരു നാടൻ പറയില്ല. എന്നിട്ടല്ല പണ്ഡിതൻ. അള്ളാഹുവിലും പരലോകത്തിലും വിശ്വാസമുള്ള ഒരുത്തനാണെങ്കിൽ ഈ വർത്തമാനം ഒരു നാടൻ പറയില്ല, വിശ്വാസമുള്ള ഒരു നാടൻ പറയില്ല. എന്നിട്ടല്ല ഇവർക്കൊക്കെ വിശ്വാസം ഏതിലേ ഉള്ളൂ? തന്റെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെടാതിരിക്കാനും തന്റെ കീശ വീർക്കുക എന്നുള്ളതുമല്ലാതെ ഇവർക്ക് മറ്റൊരു പേടിയുമില്ല. അത് നഷ്ടപ്പെടുന്നില്ല പേടിയും മറ്റൊരു വിശ്വാസവും ഇവർക്കില്ല എന്ന് ആ കണാരണ്ടിയിൽ അഹമ്മദ് മുസ്ലിയാർ ആ മഹാപണ്ഡിതൻ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിക്കണം, പടച്ചോനെ ഇക്കൂട്ടരെ കൂടെ നടന്നാൽ ഈമാനോട് കൂടെ മരിക്കാൻ ഒരിക്കലും സാധ്യമല്ല, ഒരിക്കലും സാധ്യമല്ല. ഇവര് പറയും പോലെ കേട്ട് നടന്നാൽ. പിന്നീടാണ് ഞാൻ എന്ത് ചെയ്തത്? ഗ്രന്ഥങ്ങൾ ശേഖരിക്കൽ തുടങ്ങിയത്. സലഫി ഗ്രന്ഥങ്ങൾ അതിനു മുമ്പ് കണ്ടുകൂടാത്തതാണ്. പ്രസംഗിച്ച് നടക്കും, കിട്ടുന്ന സമയത്തൊക്കെ അവർക്ക് എതിരായിട്ട് പ്രസംഗിക്കും. മുജാഹിദുകൾക്ക് എതിരായിട്ട് ഒരുപാട് പ്രസംഗിച്ചിട്ടുണ്ട്. ഉമർ മൗലവിനൊക്കെ ഞാൻ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ കൊണ്ട് അവസാനം പൊരുത്തപ്പെടിച്ചിട്ടുമുണ്ട്. ഒരുപാട് വിമർശിച്ചിട്ടുണ്ട്, ഒരുപാട്. എന്റെ ഉപ്പാന്റെ മംഗള മകനാണ് കെ.എം. മൗലവി, അദ്ദേഹത്തെയും വിമർശിച്ചിട്ടുണ്ട്. പക്ഷെ പിന്നീട് എന്ത് ചെയ്തു? അതൊക്കെയും തിരുത്തേണ്ടി വന്നു. തിരുത്തി കിതാബ്